തലസ്ഥാനത്ത് ബിജെപിയുടെ നേതൃത്വത്തിൽ കെപിസിസി ആസ്ഥാനത്തേക്ക് നടന്ന ബഹുജന മാർച്ചിനെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ച് തടഞ്ഞു. ഇതുകൂടാതെ വനിതാ പ്രവർത്തകരെ പോലീസ് തടഞ്ഞതും തർക്കത്തിന് കാരണമായി. രാജ്യത്തെ ജനാധിപത്യം തകർക്കാനാണ് ഡൽഹിയിൽ രാഹുൽ ശ്രമിക്കുന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA വ്യക്തമാക്കി. ഈ നാടിനെ നയിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഒരു ഹൈ സെക്യൂരിറ്റി ഏരിയയിൽ കയറി അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ആക്രമണ ശ്രമം നടത്തിയത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരായിരുന്നു. 12 കൊല്ലം ഈ നാടിനെ നന്നാക്കി രാജ്യത്തിന് നന്നാക്കിയ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിജി. അദ്ദേഹത്തിനെ ഇങ്ങനെ അപമാനിക്കാനും അദ്ദേഹത്തിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യാനും ഈ രാജ്യത്തിന്റെ ജനാധിപത്യം മറിക്കാനും ഞങ്ങൾ കോൺഗ്രസിനെ സമ്മതിക്കില്ല, അട്ടിമറിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഇന്ന് പറയാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതിൽ കോൺഗ്രസ് നേതാക്കന്മാര്, പ്രവർത്തകര്, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധിക്ക് ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. നരേന്ദ്രമോദിജി ജനാധിപത്യപരമായ ഒരു എലക്ടഡ് പ്രൈം മിനിസ്റ്ററാണ്. അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്നത് ഈ രാജ്യത്തിന്റെ എത്രയോ ജനങ്ങളാണ്. ഒരു ലെജിറ്റിമേറ്റ് ലോകത്തിന്റെ ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ ഒരു ലീഡറാണ്. അദ്ദേഹത്തിനെയോ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ രാഹുൽ ഗാന്ധിയുടെ അപ്പൂപ്പന് സാധിക്കില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു.